Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ ഒരു മണം ഒന്ന് മാറിയിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ ഒരു മണം കിട്ടുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ്, ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 200 ഗ്രാം പനീർ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പനീർ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാടൊന്നും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, 2 സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. പനീർ ചേർത്ത് ഒരുപാടങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഇല്ലാതെ വരും. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ബാക്കി വന്നിട്ടുള്ള പനീർ മിക്സ് ചെയ്ത ആ ഒരു മസാല ബാക്കി വന്നിട്ടുള്ളതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തോട് ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ബാക്കി വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും ബേ ലീഫും 3 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, അതായാലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ചെറിയ സവാള ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. കുറച്ചൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇത് കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചോപ്പറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ള തക്കാളിയാണ്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ വേവിക്കണം. അപ്പോൾ ഒരു കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പനീർ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ ഇല ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. പനീർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്